ഒരാളെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്, ഒരേ ഒരു വ്യക്തിനെ. തിരുവനന്തപുരത്തുള്ള ഒരേ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്നത്. ആ വ്യക്തി ഇപ്പൊ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് നേരത്തെ ഉയർന്നു വന്നിരിക്കുന്നതുകൊണ്ട് ഇവർക്കത് പിടിക്കുന്നില്ല. ഇവർക്കത് പിടിക്കുന്നേ ഇല്ല. ഇവർക്ക് പണ്ട് പോയിട്ട് അങ്ങനെയാണ്. ഒരു സമയത്ത് രഞ്ജുമാമിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ സൂര്യചേച്ചിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ എന്നെ പിടിക്കുന്നില്ലായിരുന്നു, അതേ ഈ സമയത്ത് ഇപ്പൊ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ സംസാരിച്ചിരുന്നു. ഒരു ഭാഗത്ത് പ്രമുഖ ട്രാൻസ് വുമണായ സീമ വിനീതും മറുഭാഗത്ത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മറ്റു ചിലരും അണിനിരക്കുന്ന ഒരു യുദ്ധം. എല്ലാത്തിനും തുടക്കം സീമ വിനീതിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നായിരുന്നു. ആ പോസ്റ്റ് ഞാനൊന്നും കൂടി വായിച്ചു തരാം. ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിനെയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണെന്നും പറഞ്ഞ് സാരിയും ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം. ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ്. അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ്. സത്യം പറഞ്ഞവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകൾ ഈ ഒരു പോസ്റ്റോട് കൂടിയാണ് യുദ്ധം ആരംഭിക്കുന്നത്. 1-2 കല്യാണവും കഴിച്ച് കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് സാരിയും ചുറ്റി ഇറങ്ങിയ ചില ആളുകൾക്കെതിരെയാണ് സീമ പറഞ്ഞത്. ഇതിനുശേഷം നമ്മുടെ ജാസിയെ കുറിച്ചും മറ്റൊരു ട്രാൻസ് വുമണെ കുറിച്ചും യൂട്യൂബിൽ വന്നൊരു റിയാക്ഷൻ വീഡിയോ സീമ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. ഇവിടെ ജാസിയുടെ കല്യാണം മുമ്പ് കഴിഞ്ഞിരുന്നെങ്കിലും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലരൊക്കെ ജാസിക്ക് കുട്ടികളുണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ജാസിക്ക് കുട്ടികളില്ല. പക്ഷെ ഇവിടെ സീമ ഷെയർ ചെയ്ത വീഡിയോയിലെ മറ്റൊരു ട്രാൻസ് വുമൺ മുമ്പ് കല്യാണവും കഴിച്ചിട്ടുണ്ട്, അതിലൊരു കുഞ്ഞുമുണ്ട്. അവരുദ്ദേശിച്ചാണ് സീമ ഫേസ്ബുക്കിൽ നമ്മൾ നേരത്തെ വായിച്ച ആ കുറിപ്പിട്ടത്. അവരുടെ പേര് അമയ പ്രസാദ് എന്നാണ്. അമയയും പ്രമുഖയായ ഒരു ട്രാൻസ് വുമൺ തന്നെയാണ്. സീരിയലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് ഈ അമയ. ഇങ്ങനെയുള്ള ഒരാൾക്കെതിരെയാണ് പരോക്ഷമായും സീമ ഇങ്ങനെ ഒരു പ്രസ്താവന ഉന്നയിച്ചത്. അതോടെ അമയ പ്രസാദിനെ പിന്തുണയ്ക്കുന്ന പലരും സീമയ്ക്കെതിരെ തിരിഞ്ഞു. സീമയുടെ ഈ പ്രസ്താവന പക്ഷെ അമയ പ്രസാദിനെ മാത്രമല്ല കൊണ്ടത്. അമയ പോലെ തന്നെ മുമ്പ് കല്യാണവും കഴിച്ച് കുട്ടികളുമുള്ള ഒരുപാട് ട്രാൻസ് വേറെയും ഉണ്ടല്ലോ. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇവർക്കൊന്നും സീമയുടെ പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ല. അതോടെ ചിലർ സീമയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സീമയ്ക്കെതിരെ ഒരുപാട് ചർച്ചകൾ നടന്നു. സീമയെ പബ്ലിക്കിന് മുന്നിൽ നാറ്റിക്കണം, സീമയുടെ കല്യാണം മുടക്കണം തുടങ്ങി. സീമ വണ്ടി ഇടിച്ച് മരിക്കണം എന്ന് പ്രാക്ക് വരെ എത്തി കാര്യങ്ങൾ. അതോടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തനിക്ക് ഭീഷണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരിഞ്ഞ് സീമ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ട ഭൂരിപക്ഷം ആളുകളും സീമയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ സീമയ്ക്കെതിരെ പല ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. അതിലൊരാളാണ് എയിൻ ഹണി ആരോഹി. ഹണിയെ എല്ലാവരും അറിയുന്നുണ്ടാകും. പ്രമുഖ മോഡലാണ് പുള്ളിക്കാരി. ഇടയ്ക്ക് ന്യൂഡ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹണി സീമയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട് 2-3 വീഡിയോകൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഹണി പ്രധാനമായും പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ സീമക്ക് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് ഇത് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഹണി തന്നെ അത് പറയുന്നത് കേട്ടോക്കാം. ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ബിഗ് ബോസ് സീസൺ ആകുമ്പോൾ ബിഗ് ബോസും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അനൗൺസ്മെന്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ അടുത്ത് ബിഗ് ബോസ് തുടങ്ങാനുള്ള സീസൺ ആകുമ്പോഴേക്കും എല്ലായിടത്തും ഓരോ ആളുകൾ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലർ കാണുമ്പോൾ നമുക്ക് ചിരികൾ വരാം. ചിലർ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരേ പബ്ലിസിറ്റി ഒരേ പ്ലാറ്റ്ഫോമിൽ അത് കൊണ്ടുവന്നിട്ട് ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇങ്ങനെ കല്യാണം കഴിച്ചു ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനൊരു കാര്യം പറഞ്ഞത്. അപ്പൊ അതേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വേറൊരു ട്രാൻസ്വുമണും ഇതേ ഒരു വേർഡ് പറഞ്ഞ് സംസാരിച്ച് അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തി. അപ്പൊ അതിനെ പബ്ലിക് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എതിർത്തു. അങ്ങനെ പ്രോബ്ലംസ് ആക്കി കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഞാൻ 2 കല്യാണം കഴിച്ചവരെയാണ് പറഞ്ഞത്, അതിൽ കുട്ടികൾ ഉണ്ടാക്കിയവർ പറഞ്ഞു. അവരുടെ സ്റ്റാൻഡ് അഭിപ്രായം മാറ്റി. അപ്പൊ പിന്നെ ബിഗ് ബോസിനോട് പറയാനുള്ളത് പറഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെ ആരെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാൻസിനെ എടുക്കുന്നുണ്ടെങ്കിൽ അധികം ഫെയിം ആകാത്ത ഏതെങ്കിലും പാവങ്ങളേക്ക് വിളിച്ചിട്ട് അവസരം കൊടുക്കുക. ജീവിക്കാൻ മാർഗമാണ് വിളിച്ച് അഹങ്കാരം കാണിച്ച് ഓൾറെഡി അഹങ്കാരത്തിൽ തലയിലിരിക്കുന്നവരെ ഒന്നൊരു അഹങ്കാരത്തിലേക്ക് എത്തിക്കാതിരിക്കുക. കേട്ടല്ലോ ബിഗ് ബോസ്. ഹണി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ, നടന്ന തന്നെ. എന്തായാലും ഹണി പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ. എങ്ങനെയെങ്കിലും കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിൽ കടന്നുകൂടാൻ വേണ്ടിയാണ് ടീം ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഹണി പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ പറയാൻ തനിക്ക് തക്കതായ കാരണമുണ്ട് എന്നും ഹണി തുടർന്ന് പറയുന്നുണ്ട്. അതായത് മുമ്പ് ഇതുപോലെ കല്യാണം കഴിച്ച ഏതോ ട്രാൻസ്ജെൻഡറുമായി ഹണിക്ക് പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ അന്നാണ് സീമ ഇപ്പം പറഞ്ഞ അതേ നിലപാട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് സീമ വിനീത് കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ആ ട്രാൻസ് വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് തനിക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്നെന്നാണ് ഹണി പറയുന്നത്. സീമയുടെ ഇത് ഡബിൾ സ്റ്റാൻഡ് ആണെന്നും അവർക്ക് വ്യക്തമായ നിലപാടില്ല എന്നും ഇടയ്ക്കിടെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സീമ എന്നും ഹണി തുടർന്ന് പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിൽ കയറാൻ വേണ്ടി താൻ മനഃപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നുള്ള ഹണി അടക്കമുള്ളവരുടെ ആരോപണത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സീമ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ കാണിച്ചു. ഒരു പെട്ടി നിറയെ ഗ്ലിസറിനുമായി ബിഗ് ബോസിന്റെ വിളിയും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് വിളിക്കൂ പ്ലീസ്. സീമയുടേത് കള്ളക്കരിച്ചിലാണെന്നും സീമ ഗ്ലിസറിൻ ഉപയോഗിച്ചാണ് കരയുന്നതെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു ട്രാൻസ്ഫോമർ രംഗത്ത് വന്നിരുന്നു. അതിനുള്ള മറുപടി ആയിട്ടാണ് ഒരു പെട്ടി നിറയെ ഗ്ലിസറിനുമായി കാത്തു നിൽക്കുന്നെന്ന് സീമ എഴുതിയത്. എന്തായാലും ബിഗ് ബോസിൽ കയറാൻ തനിക്കൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നും മുമ്പ് 2 തവണ തന്നെ ബിഗ് ബോസിൽ വിളിച്ചിരുന്നു. പക്ഷെ ആ ഓഫർ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നും സീമ പറഞ്ഞു കഴിഞ്ഞു. അതോടെ ഹണി അടക്കമുള്ളവർ പ്ലേറ്റ് മാറ്റി. അമയ പ്രസാദിനോടുള്ള അസൂയ കാരണമായിട്ടാണ് സീമ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്നായി അടുത്ത ആരോപണം. ഹണിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം.
ഒരാളെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്, ഒരേ ഒരു വ്യക്തിനെ, തിരുവനന്തപുരത്തുള്ള ഒരേ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്നത്. ആ വ്യക്തി ഇപ്പൊ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് നേരത്തെ ഉയർന്നു വന്നിരിക്കുന്നതുകൊണ്ട് ഇവർക്കത് പിടിക്കുന്നില്ല, ഇവർക്കത് പിടിക്കുന്നേ ഇല്ല. ഇവർക്ക് പണ്ടുമായിട്ട് അങ്ങനെയാണ്. ഒരു സമയത്ത് രഞ്ജുമാവിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ സൂര്യചേച്ചിനെ പിടിക്കുന്നില്ലായിരുന്നു, അതേ എന്നെ പിടിക്കുന്നില്ലായിരുന്നു, അതേ കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഇപ്പൊ അമയ പ്രസാദിനെ പിടിക്കുന്നില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അമയ പ്രസാദ് ഇപ്പൊ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമയ പ്രസാദ് സീരിയലുണ്ട്, സിനിമയുണ്ട്, അങ്ങനെ അതിന്റെ കുശുമ്പ് തന്നെയാണ് ഇവര്. ഓക്കെ, അമയ പ്രസാദ് കുറച്ച് ഫെയിം ആയത് കണ്ട് സീമക്ക് കുശുമ്പായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നാണ് ഹണി പറഞ്ഞു വെക്കുന്നത്. ആക്ച്വലി അമയ പ്രസാദിനേക്കാളൊക്കെ എത്രയോ റീച്ചും ഫെയിമുള്ള ആളാണ് ഈ സീമ വിനീത്. അങ്ങനെയുള്ള സീമക്ക് അമയ 2 സീരിയൽ അഭിനയിച്ചെന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവരോട് അസൂയായി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. മേ ബി അമയും സീമയും തമ്മിൽ മറ്റു വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമായിരിക്കും. ഹണി തന്നെ പറയുന്നുണ്ട് സീമയും അമയും തമ്മിൽ പണ്ട് നല്ല കമ്പനി ആയിരുന്നു, പിന്നീട് അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന്. ഹണി മാത്രമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ് വുമൺ അനുരാധയും ഇത് തന്നെ പറയുന്നുണ്ട്. അമയും സീമയും അമ്മയും മകളും പോലെ ആയിരുന്നു എന്നുള്ളതാണ് അനുരാധ്യ പറയുന്നത്. ഇതേ അനുരാധ്യ തന്നെയാണ് സീമ ഗ്ലിസറിൻ ഉപയോഗിച്ചാണ് കരയുന്നത് എന്നും പറയുന്നത്. എന്തായാലും അനുരാധ്യക്ക് പറയാൻ എന്താണെന്നുള്ളത് കേട്ടോക്കാം. സീമ വിനീത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കും. ഓഫ് കോഴ്സ് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് അമ്മയും മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു. അവരുടെ ഒരു അമയ പ്രസാദ് എന്ന് പറയുന്ന ഒരാളെയാണ് എനിക്ക് തോന്നിയത്. അമയനെ പറയുന്നതും ഈ ഉപദ്രവിക്കുന്നത് ഒരാളെ മാനസികമായിട്ടിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കമ്മ്യൂണിറ്റിയിലേക്ക് അമ്മ മക്കൾ ബന്ധമുണ്ട്. അങ്ങനെ അപ്പോ സീമ വിനീതും അമ്മയും തമ്മിൽ അമ്മ മകൾ ബന്ധമായിരുന്നു. അമ്മ റീത്ത് പ്രകാരമല്ല, അതായത് അക്സെപ്റ്റ് ചെയ്ത അമ്മയല്ല. ലെച്ച എന്ന് പറയുന്ന ഒരു സാധനം, അതായത് സർജറി കഴിഞ്ഞിട്ട് കെട്ടുന്ന ഒരു സാധനമാണ് ലെച്ച. ആ ലെച്ച കെട്ടുന്ന ആരാണ് ആ ഒരു വർഷം, അങ്ങനെയാണ് ആ കൾച്ചർ. ഞങ്ങൾക്ക് ഒരു കൾച്ചർ പണ്ട് മുതലേ ഹിജഡ കൾച്ചർ നിലനിന്ന് വരുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ വിചാരിച്ച പോലുള്ള അമ്മ മകൾ ബന്ധമല്ല സീമയും അമ്മയും തമ്മിലുണ്ടായിരുന്നത്. ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ആചാരപ്രകാരം പെണ്ണാവാനുള്ള സർജറി കഴിഞ്ഞാൽ ലജ്ജ കെട്ടി കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. സീമയ്ക്ക് സർജറി കഴിഞ്ഞപ്പോൾ ലജ്ജ കെട്ടി കൊടുത്തത് അമ്മയാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അന്ന് മേ ബി സീമ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിന്ന ഒരാളായിരുന്നിരിക്കുക, അതുകൊണ്ട് തന്നെ അമ്മയുമായി സഹകരിച്ചു. പിന്നീട് അമ്മയുമായോ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് മൂലം സീമ അവരിൽ നിന്നെല്ലാം വിട്ടു നിന്നതാവാം. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലരുമായി തനിക്കും പ്രശ്നം ഉണ്ടായിരുന്നു എന്നും അവരുടെ പല നിലപാടുകളോടും യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ചേർന്ന് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നൊക്കെ സീമ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും സീമയുടേത് കള്ളക്കരച്ചിലാണെന്ന് അനുരാധ്യ പറഞ്ഞപ്പോൾ സീമ വെറും കുലസ്ത്രീ കളിക്കുകയാണെന്നും വെറുതെ എന്നെ കൊണ്ട് അവരുടെ പൂർവ്വകാല ചരിത്രങ്ങളൊന്നും പറയിപ്പിക്കാൻ നിൽക്കേണ്ട എന്നുമൊക്കെയാണ് ഹണി പറയുന്നത്. ആ ബാങ്കുടി കേട്ട് നിർത്താം. ഇപ്പൊ ട്രാൻസിൽ തന്നെ വേറെയും ആളുകൾ ഇതുപോലെ സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്. ഒരാള് പോലും സംസാരിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകുമെന്നുള്ള പേടി കൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തിനാ പേടിക്കുന്നത്? ഇവരൊരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിന് തിരിച്ച് മറുപടി പറയാനുള്ള റൈറ്റ്സ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അത് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ പറയരുതായിരുന്നു അത് പറയരുതായിരുന്നു എന്നാ പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഫേസ് ചെയ്തായിരുന്നല്ലോ. അതുപോലെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തവർ പറയരുത്. മനസ്സിലായി? കുലസ്ത്രീ കളിച്ചിരിക്കുന്നുണ്ട്, കുലസ്ത്രീ കളിച്ചിരിക്കുക. ഈ കുലസ്ത്രീ ആകുന്നതിന് മുന്നേയുള്ള ചരിത്രങ്ങൾ കമ്മ്യൂണിറ്റിക്ക് അറിയാന്നുള്ള കാര്യം ഇവർ മറന്നുപോയി. കുലസ്ത്രീ കളിച്ചിട്ട് പബ്ലിക്കിന്റെ അടുത്ത് പോയാൽ മതിയായിരുന്നു. കമ്മ്യൂണിറ്റിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കമ്മ്യൂണിറ്റി വലിച്ചു വാരി എറിയും. അവര് വലിച്ചു വാരി പഴയ അവർക്ക് ചിലപ്പോ അവർക്ക് ഇവരെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല, അവരുടെ രീതികളും അങ്ങനെ ആയിരിക്കില്ല. അവരുടെ ഭാഷയിൽ വളരെ മോശമായി തന്നെ പ്രതികരിക്കും. ഓക്കെ, തീർത്തും വ്യക്തിഹത്യ ചെയ്യുന്ന പോലെയാണ് ഹണി സീമയ്ക്കെതിരെ സംസാരിക്കുന്നത്. കമ്മ്യൂണിറ്റി വളരെ മോശമായി തന്നെ പ്രതികരിക്കും, അവരുടെ സാഹചര്യം അങ്ങനെയാണ് എന്നൊക്കെയാണ് ഹണി പറയുന്നത്. ഈ വിഷയത്തെ കുറിച്ച് ഇതിന് മുമ്പ് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീമയുടെ പ്രസ്താവനയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ വെറുതെ ചളി വാരി അറിയാതെ വസ്തുതകളിൽ ഊന്നി സംസാരിക്കണമെന്നും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ വെറുക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെ സമൂഹത്തിന് മുന്നിൽ ഇട്ട് കൊടുക്കരുത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നേരെ വിപരീതമാണ് ഇവിടെ നടക്കുന്നത്. മറ്റു ട്രാൻസ്ജെൻഡറുകളിൽ നിന്നും വ്യത്യസ്തമായി ആളുകൾ സീമയെ ഇഷ്ടപ്പെടുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അവരുടെ വസ്ത്രധാരണ മുതൽ ആളുകളോട് ഇടപെടുന്ന ശൈലി വരെ അതിന് കാരണമാണ്. മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സും സീമയെ പോലെ നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിച്ച് നടക്കണമെന്നുമല്ല. പക്ഷെ സീമയെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്നത് കൊണ്ട് മാത്രം അവരെ കുലസ്ത്രീ എന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതുപോലെ അവരുടെ പൂർവ്വകാല ചരിത്രമൊക്കെ ഞങ്ങൾക്കറിയാം. അവൾ ആള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം. ഇതിപ്പോ നിങ്ങളുടെ ഒക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സീമയോട് അസൂയാണെന്നാണല്ലോ തോന്നുന്നത്. എന്തായാലും മുമ്പ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോഴും ശൈശവാവസ്ഥയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങളുടേത്. നിങ്ങൾ തന്നെ പരസ്പരം കലഹിക്കാനും ചളി വാരി എറിയാനും നിന്നാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.